കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നടന്നത് തുറപ്പൻ ഭരണമായിരുന്നുവെന്ന് നടൻ സുരേഷ് ഗോപി. ബിജെപി പാലക്കാട് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതി നടത്തിയവർ ഇത്രയധികം ചങ്കൂറ്റത്തോടെ വീണ്ടും മത്സരിക്കാൻ വരുന്നത് ബിജെപിക്ക് ഗുണം ചെയ്യുമെന്നും UDF ഭരണത്തെ ഇല്ലാതാക്കണമെന്നും സുരേഷ് ഗോപി പാലക്കാട് പറഞ്ഞു. താരപ്രഭയിൽ പാലക്കാട് വന്നിറങ്ങിയ നടൻ സുരേഷ് ഗോപിക്ക് BJP പ്രവർത്തകർ ഗംഭീര സ്വീകരണമാണ് നൽകിയത്. UDF സർക്കാരിനെ കണക്കറ്റ് പരിഹസിച്ചും വിമർശിച്ചും സദസ്സിനെ കയ്യിലെടുത്ത സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നടന്നത് തുരപ്പൻ ഭരണമാണെന്ന് പറഞ്ഞു. 5 വർഷത്തെ ദുർഭരണം, 5 വർഷത്തെ വഞ്ചനാപരമായ ഭരണം, 5 വർഷത്തെ തുരപ്പൻ ഭരണം എന്ന് പറയുന്നത്, ഇതിന്റെ സത്യസന്ധമായ ഒരു കണക്കെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് നൽകാൻ സാധിക്കണം. അഴിമതി നടത്തിയവർ ചങ്കൂറ്റത്തോടെ വീണ്ടും സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിലിറങ്ങുമ്പോൾ UDF ഭരണം അടുത്ത കാലത്തൊന്നും വരാത്ത രീതിയിൽ ഇല്ലാതാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു കോടതി പരാമർശം, കോടതിയെ സംബന്ധിക്കുന്ന ഒരു പരാമർശത്തിലൂടെ പോലും വളരെ ഒരു സാമാജികന് നിരക്കാത്ത തരത്തിൽ പരാമർശം നടത്തിയ മന്ത്രി അടക്കമുള്ള ആൾക്കാർ കോൺഗ്രസിന് കളങ്കമാണെന്ന് ജനങ്ങൾ പറഞ്ഞിട്ടും അതേ ആൾക്കാരെ മുന്നിലോട്ട് സ്ഥാനാർത്ഥികളായി വീണ്ടും എഴുന്നള്ളിക്കുന്നത് നമുക്ക് നല്ലതാണ്. അവർ സ്ഥാനാർത്ഥികളായി തന്നെ വരട്ടെ. മോഡിക്കെതിരെയുള്ള വിമർശനങ്ങളെല്ലാം BJPക്ക് ഗുണമാണ് ചെയ്യുക എന്ന് വ്യക്തമാക്കിയ സുരേഷ് ഗോപി കേരളത്തിൽ BJP ശക്തമായ സാന്നിധ്യമാകുമെന്നും പറഞ്ഞു. പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ, ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, പാലക്കാട്.